ഹലോ. അപ്പോൾ ഫാമിലിയിൽ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ കാലിക്കറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ മിഠായി തെരുവിൽ കയറാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പുതുമയാണ്, ഒന്നിച്ച് ഇത്രയും കടകളും കാര്യങ്ങളും. ഡ്രസ്സിനൊക്കെ കാര്യമായിട്ട് വിലക്കുറവും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ഡ്രസ്സിനൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ഷോപ്പിലെ പ്രൈസ് തന്നെ കൊടുക്കണം. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ബീച്ചിലേക്കായിരുന്നു കേട്ടോ. ബീച്ചിലെത്തിയപ്പോഴത്തേക്ക് ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തെ ബീച്ചിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്കങ്ങനെ ആസ്വദിച്ച് നിന്ന് കാണാൻ പറ്റും. എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് കടൽ എന്ന് പറയുന്നത് എത്ര സത്യമായിട്ടുള്ള കാര്യമാണല്ലേ. ബീച്ചിൽ പോയാൽ പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യേണ്ട. അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മിഠായി തെരുവിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് അടുത്തൊരു വീഡിയോയിൽ ഇടാം. അതുപോലെ നമ്മൾ ആദാമിൻ്റെ ചായക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ശരി, ബൈ.